നമസ്കാരം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ ടക്കർ കാൾസൺ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ബ്ലിങ്കൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് എനിക്കറിയാം. അത് നിയമവിരുദ്ധമാണെന്നും മാധ്യമ പ്രവർത്തകനായ മാറ്റ് ഐബിക്ക് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പറഞ്ഞു. എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളം ഉണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും കുറെ മാസങ്ങളോളം അമേരിക്കയിൽ പ്രസിഡന്റിന്റെ റോൾ എടുത്ത് നടത്തിയതും ബ്ലിങ്കനാണെന്നും കാൾസൺ എടുത്തു പറഞ്ഞു. റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആദ്യം മുതലേ റഷ്യ യുക്രൈൻ സംഘർഷത്തിലുള്ള ബ്ലിങ്കന്റെ ചരടുവലികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യുക്രൈനിൽ ഒരു സമാധാന ചർച്ച നടത്താനായുള്ള ജോയിന്റ് ചീഫ് ചെയർമാൻ മില്ലിയുടെ നിർദ്ദേശം 2022 അവസാനത്തെത്തിയപ്പോൾ ബ്ലിങ്കൻ നിരസിച്ചിരുന്നു. യുക്രൈനിലേക്ക് കൂടുതൽ നൂതനമായ ആയുധങ്ങൾ അയക്കുന്നതിന് അനുകൂലമായി ജനറൽമാരുമായി ബ്ലിങ്കൻ വാദിക്കുകയും ചെയ്തിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ കൈകടത്തലുകൾ വർദ്ധിപ്പിച്ച് യുദ്ധം ഇത്രയും വഷളാക്കിയതിലും ബ്ലിങ്കന്റെ പങ്ക് വലുതാണ്. 2021 അവസാനത്തിൽ യുക്രൈനിൽ ഡോൺബാസിനടുത്ത് സൈന്യത്തെ വിന്യസിച്ച് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നാറ്റോയുടെ എല്ലാ പിന്തുണയും യുക്രൈനുണ്ടെന്ന് ഉറപ്പാക്കാൻ ബ്ലിങ്കൻ യുക്രൈനിന്റെ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞിരുന്നു. യുദ്ധം തുടങ്ങി മാസങ്ങൾക്കിപ്പുറം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസികളുമായി പെന്റഗണുമായും ചേർന്ന് യുക്രൈനിൽ പ്രതിസന്ധി റഷ്യക്കെതിരായ സമ്പൂർണ്ണ നാറ്റോ പ്രോക്സി യുദ്ധത്തിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. 100 കണക്കിന് ബില്യൺ ഡോളർ സൈനിക സഹായമായി യുക്രൈൻ അയക്കുകയും ചെയ്ത് യുദ്ധം ആളിപ്പടരാനുള്ള എല്ലാ സാധ്യതകളും ബ്ലിങ്കൻ തുറന്നിട്ടുവെന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്ലിങ്കന്റെ ഈ നീക്കങ്ങളിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നും ഇല്ല എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക. സംഘടനാ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദേശ കൂലിപ്പടയാളികളും നാറ്റോയിൽ നിന്നും എത്തിയിരുന്ന ആയുധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നതും അതിന്റെ പിന്നിലും ബ്ലിങ്കൻ തന്നെയാണ് കളിച്ചത്. കഴിഞ്ഞില്ല ബ്ലിങ്കന്റെ വിളയാട്ടം. എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരിപ്പണമാക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ബ്ലിങ്കൻ തന്റെ കഴുകൻ കണ്ണുകൾ എത്തിക്കാൻ മറന്നില്ല. യുക്രൈനെ ഒരിടത്ത് റഷ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇസ്രായേലിന്റെ നരനായാട്ടിലേക്കും ബ്ലിങ്കൻ ചുവടുവെച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ടെൽ-അവീവിൽ നിന്നുകൊണ്ട് ബ്ലിങ്കൻ വാക്കുകൊടുത്തത്. പറഞ്ഞ വാക്ക് ഒരിക്കലും ബ്ലിങ്കൻ തെറ്റിച്ചിട്ടും ഇല്ല. 2023 അവസാനം മുതൽ 2024 പകുതി വരെ അമേരിക്ക ഇസ്രായേലിന് 14,000+ MK-84 2000 പൗണ്ട് ബോംബുകൾ, 6,500 പൗണ്ട് ബോംബുകൾ കൂടാതെ മറ്റു നിരവധി ആയുധങ്ങളും നൽകി സഹായിച്ചിരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ 70,000 ടൺ ബോംബുകൾ വർഷിപ്പിച്ചതായി ഒരു റൈറ്റ് മോണിറ്റർ കണക്കിൽ പറയുന്നു. ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ ഡ്രെസ്ഡൻ, ഹോംബർഗ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ പതിച്ച സംയോജിത ബോംബുകളേക്കാൾ കൂടുതലാണ്. വേണമെങ്കിൽ ആയുധം കൊടുക്കാതിരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ബ്ലിങ്കന് ബൈഡനെ നിർബന്ധിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും ബ്ലിങ്കൻ തയ്യാറായിരുന്നില്ല. 2021 ബൈഡൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം അമേരിക്കയും ഉത്തര കൊറിയയുമായി പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്കും വിലങ്ങുതടിയായത് ബ്ലിങ്കൻ തന്നെയാണ്. ആ കൂടിക്കാഴ്ച മുടക്കുക മാത്രമല്ല, പകരം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഒരു പുതിയ ത്രികക്ഷി സുരക്ഷാ ഉടമ്പടി ചർച്ച ചെയ്യുകയും ചെയ്തു. ചൈനയ്ക്കെതിരെയും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം ആളിക്കത്തിച്ചതും മറ്റാരുമല്ല, ക്ലാസിക് ഐലൻഡ് ചെയിൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ചൈനയെ സ്വന്തം തീരത്ത് എത്തിക്കാനുള്ള അമേരിക്കൻ ഉഭയകക്ഷി സഖ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അന്ന് ബ്ലിങ്കൻ ശ്രമിച്ചത്. തായ്വാന് പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും അന്ന് ബ്ലിങ്കൻ പറയുകയുണ്ടായി. പടിഞ്ഞാണില്ലാത്ത കളികളാണ് സത്യത്തിൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ബ്ലിങ്കൻ കാണിച്ചു കൂട്ടിയത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ പാരമ്പര്യ വൈരാഗ്രബുദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും കയറിയങ്ങ് പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അമേരിക്കയുടെ തോളോടൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ പോലും
ബ്ലിങ്കൻ കുതന്ത്രത്തിൽ മയങ്ങിപ്പോയി. ഇറാനും അതിന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സഖ്യകക്ഷികൾക്കുമെതിരായ ഏറ്റുമുട്ടൽ ഇസ്രായേലിനെ മുൻനിർത്തി ശക്തമായി ഇസ്രായേൽ മിസൈലുകളുടെയും വ്യോമാക്രമണങ്ങളുടെയും ആക്രമണ പരമ്പര അഴിച്ചുവിട്ടപ്പോൾ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത്. യമനിലെ ഹൂത്തികൾക്കെതിരെ വ്യോമ നാവിക ക്യാമ്പയിൻ ആരംഭിച്ചു. സിറിയയിൽ ദീർഘകാലമായി തുടരുന്ന യുദ്ധത്തിലും ഇടപെട്ടു. എത്യോപ്യ, ലിബിയ മുതൽ സഹേൽ, സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലും ആഫ്രിക്കയിലുടനീളം കത്തുന്ന സംഘർഷങ്ങളിലും അമേരിക്കൻ പങ്കാളിത്തമെന്ന നിലയിൽ ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രധാന പങ്കുവഹിച്ചു. നിക്കരാഗ്വ, ബംഗ്ലാദേശ് മുതൽ സെർബിയ, ജോർജിയ വരെ അമേരിക്കയുടെ താൽപര്യങ്ങളെ വിശ്വാസമില്ലാത്ത രാജ്യങ്ങളിൽ ഭരണമാറ്റം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ വൃത്തികെട്ട പാരമ്പര്യവുമായി ബ്ലിങ്കൻ ഇതെല്ലാം മുന്നിട്ടിറങ്ങി നടത്തി. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2003 ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം, 2011 നാറ്റോ ലിബിയയുടെ വ്യോമാക്രമണം, 2011 സിറിയക്കെതിരെ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയിലെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്പുട്നിക്കിൽ വന്ന ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ എരിഞ്ഞു പുകഞ്ഞു നിൽക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമണാസക്തവും നിയമവിരുദ്ധവുമായ എന്തൊക്കെയോ ദേശ നയ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മലയാളം.